ഗാർഹിക ജീവനക്കാരുടെ ശമ്പളം ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴി മാത്രമാക്കിയുള്ള പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന് സൗദിയിൽ തുടക്കമായി. 3 അതിലധികമോ ജോലിക്കാരുള്ള തൊഴിൽ ദാതാക്കൾക്കും കമ്പനികൾക്കുമാണ് ഈ ഘട്ടത്തിൽ നിബന്ധന ബാധകമാവുക. നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഗാർഹിക ജീവനക്കാരുടെ ശമ്പളം നൽകുന്ന പ്രക്രിയ സുതാര്യവും സുഗമവുമാക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി ആരംഭിച്ചത്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെതാണ് പദ്ധതി. വേതന സംരക്ഷണ സേവനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഔദ്യോഗിക സംവിധാനത്തിന് തുടക്കം കുറിച്ചത്. മന്ത്രാലയത്തിന്റെ ഗാർഹിക റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴിയാണ് ഈ സേവനവും ലഭ്യമാക്കുന്നത്. മുസാനിദ് വഴി വാലറ്റുകളിലൂടെയും അംഗീകൃത ബാങ്ക് അക്കൗണ്ടുകളിലൂടെയും തൊഴിലാളികളിലേക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതാണ് സംവിധാനം. കഴിഞ്ഞ വർഷം ജനുവരിയിൽ തുടക്കം കുറിച്ച പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിനാണ് ഇന്നു മുതൽ തുടക്കമായത്. 3 അതിലധികമോ വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകൾക്ക് ഈ വർഷം തുടക്കത്തിൽ സേവനം നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ 4-ൽ കൂടുതൽ സഹായ തൊഴിലാളികളുള്ള ഇത്തരം തൊഴിലുടമകൾക്കാണ് മൂന്നാം ഘട്ടത്തിൽ നിർബന്ധമാകുക. പുതിയ കരാർ വഴി ജോലിക്കെത്തുന്ന ജീവനക്കാർക്കും സേവനം ലഭിക്കും. എന്നാൽ നിലവിലെ തൊഴിലാളികളുടെ എണ്ണമനുസരിച്ച് ഘട്ടം ഘട്ടമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2 തൊഴിലാളികളുള്ള ഉടമകൾക്ക് 2025 ഒക്ടോബർ 1-നകവും പദ്ധതി നടപ്പാക്കും. 2026 ജനുവരി 1-ഓടെ സമ്പൂർണമായും പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരും. ഗാർഹിക തൊഴിൽ മേഖലയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതിനും തൊഴിൽ തർക്കങ്ങൾ കുറക്കുന്നതിനും പദ്ധതി വഴി മന്ത്രാലയം ലക്ഷ്യമിടുന്നുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.